നമസ്കാരം സുഹൃത്തുക്കളെ, സ്റ്റഡി ചാലഞ്ച് ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗാണ്. ചപ്പാത്തിയും കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ചപ്പാത്തിയുടെ ഷേപ്പ് അത്ര നന്നായിട്ട് വന്നിട്ടില്ല, അത് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കുക. ചില സമയത്ത് റൗണ്ടായിട്ട് വരും, ചില സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും പൂപിടം പോലെയൊക്കെ വരത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ, നമ്മൾ പഠിച്ച് വരുന്നൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി. നിങ്ങൾക്ക് ചപ്പാത്തി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് രാവിലെ ചപ്പാത്തി കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോയി ഒരു 9 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. 9 to 8:45 to 9 ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 9:15 തൊട്ട് ഒരു 10:30 വരെ പഠിക്കണം. 10:30ക്ക് അവളെ ഉറക്കണം, അതാണ് നമ്മുടെ റുട്ടീൻ. അപ്പോൾ അവൾ ഡോറ ബുജിയെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ, പകുതി അവൾ കഴിക്കത്തുള്ളൂ. പിന്നെ കുറേ നേരം പുറത്തോട്ട് കൊണ്ടുപോയി കഴിയുമ്പം കുറച്ചൊക്കെ കഴിക്കും. അപ്പം 9:15 കേട്ടോ. ഞാനും കഴിച്ചു, അവൾക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കാം. കുറച്ച് തുണിയെല്ലാം കണ്ടു, പക്ഷേ ഞാനത് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. പിന്നെ അലകില്ല കേട്ടോ. അപ്പോൾ മീൻസ് എല്ലാം ചെയ്തിട്ട് പിന്നെ പഠിക്കാനിരുന്നാൽ നമ്മൾ നടക്കത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക. ഓക്കെ. അപ്പം കറണ്ട് അഫയേഴ്സാണ് ആദ്യം പഠിച്ചത്. കറണ്ട് അഫയേഴ്സാണ് ഞാൻ മിക്ക ദിവസവും ആദ്യം പഠിക്കാറ്. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, PKPSCയുടെ ഫ്രീ കറണ്ട് അഫയേഴ്സ് കോഴ്സുണ്ട് ടെലഗ്രാമിൽ, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പം അവർ എല്ലാ സാറ്റർഡേയും അതിൻ്റെ എക്സാമും കാണും. അപ്പോൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28-ാം തീയതി തൊട്ട് ഞാൻ പഠിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒരു പേജേ കാണത്തുള്ളൂ, അത് പഠിച്ചു. അത് കഴിഞ്ഞപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അവൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞൊരു ഹോട്ട് ടോപ്പിക്ക്, വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്, അത് പഠിച്ചു. അത് കഴിഞ്ഞ് സോഷ്യൽ സയൻസിൻ്റെ ഓരോ SCERT പാഠം വെച്ചിട്ട് പഠിക്കാനുണ്ട് ഡെയിലി. അതും ഈ PKPSCയുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പെയ്ഡ് കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ SCERT ചാപ്റ്റേഴ്സ് ഡെയിലി പഠിക്കാൻ തരും. അവരതിൻ്റെ ക്ലാസ് വിടും കേട്ടോ. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് ക്ലാസ് 5 സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ പഠിത്തം ശരിക്കും കൂടെ നടന്നില്ല. ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം കേട്ടോ. 2025 വേണ്ടി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുവാണ്. എന്തൊക്കെ കാര്യങ്ങൾ 2025 അക്കംപ്ലിഷ് ചെയ്യണം. ബിക്കോസ് 2023 ഹാപ്പനിങ് ആയിരുന്നു, നമ്മുടെ ബേബി ഉണ്ടായി. 2024 അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഗൈസ്. ഭയങ്കര അത്ര ഒരു ബെറ്റർ ഇയർ അല്ലായിരുന്നു. സോ 2025 എനിക്ക് കുറേ ചേഞ്ച് വരുത്തണമെന്നും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒരു ജോലി നേടിയെടുക്കണമെന്നും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം ബാക്കിയുള്ള ഇയേഴ്സിനെ പോലെ ആകരുത്, കുറച്ച് നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ വിഷൻ ബോർഡ് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്കായിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് 2025 വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പിക്ചേഴ്സായിട്ട് ജസ്റ്റ് ഇത് പ്രിൻ്റ് എടുക്കാനായിട്ട് എനിക്ക് 75 രൂപയായി. പിന്നെ ഈ ചാർട്ട് പേപ്പറിന് ഒരു 8 രൂപയായി. പിന്നെ സ്കെച്ച് പെന്നിന് ഒരു 20 രൂപ. മൊത്തം കൂടി ഒരു 100 രൂപയ്ക്കുള്ളിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക്. പിന്നെ പശ വേണം, പശയ്ക്ക് ഒരു 10 രൂപ. 100 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഞാൻ Pinterest എന്ന് പറയുന്ന ഒരു ആപ്പിനകത്താണ് ഈ ഇമേജസ് ഒക്കെ എടുത്തത്. എന്നിട്ട് പിന്നെ അത് പ്രിൻ്റ് എടുത്തു, അതിനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം എഴുതുക, എന്നിട്ട് അതിൻ്റെ പിക്ചേഴ്സ് എടുക്കുക. പിക്ചേഴ്സ് തന്നെ എടുക്കണം കേട്ടോ, ബിക്കോസ് പിക്ചേഴ്സ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും കിടക്കാൻ നേരത്തും ഇത് കാണുക. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓടിക്കൂടെ. ഓക്കെ, എനിക്കിത് ചെയ്യാനുണ്ട് ഇങ്ങനെ ഓരോരോ. പിന്നെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ കോഡ്സില്ലേ. ഇപ്പം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കോഡ്സാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒത്തിരി ലാക്കിംഗ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എഴുതി വെക്കുക. നമ്മൾ ഡെയിലി ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ ഇത് വരും എന്നാണ് പറയുന്നത്. അറിയാതെ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ, അല്ലാതെ ചുമ്മാ സുപ്രഭാതത്തിൽ എല്ലാ ദിവസവും നോക്കിയിട്ട് ഇത് കണ്ടെന്നും പറഞ്ഞ് വരത്തില്ല. പക്ഷേ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഐഡിയാസ് വരും. അപ്പം നമ്മുടെ ആക്ഷൻസ് ഇതിലേക്ക് പോകുകയും ഇത് നടക്കും എന്നാണ് കുറേ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണാം. എന്തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയും. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.